കർണാടക സംസ്ഥാനത്തിലെ മൈസൂരിലെ സോമനാഥപുരയിൽ കാവേരി നദിയുടെ തീരത്തുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് ചെന്ന കേശവ ക്ഷേത്രം. 1258 ഹൊയ്സാല രാജാവായ നരസിംഹ രാജാവിൻ്റെ ജനറൽ സോമനാഥ ദണ്ഡനായകയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മൈസൂരു നഗരത്തിൽ നിന്ന് 38 കിലോമീറ്റർ കിഴക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഒരു മികച്ച മാതൃക തന്നെയാണ് ഈ അലങ്കരിച്ച ക്ഷേത്രം. ബേലൂരിലെയും ഹലേബീഡുവിലെയും ശില്പങ്ങളോട് കിടപിടിക്കുന്നതാണ് ഇവിടുത്തെ നിർമ്മിതികൾ. നിറയെ കൽത്തൂണുകളുള്ള മനോഹരമായ ശ്രീകോവിലിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രാകൃതിയിലുള്ള മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ ശ്രീകോവിൽ കേശവൻ്റെ പ്രതിമയും വടക്കൻ ശ്രീകോവിലിൽ ജനാർദ്ദനൻ്റെയും തെക്കൻ ശ്രീകോവിലിൽ വേണുഗോപാലിൻ്റെയും പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെ അവ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തിന് നിരവധി തൂണുകളുള്ള ഒരു സഭാ മണ്ഡപം ഉണ്ട്. അതിൻ്റെ പുറംഭിത്തികൾ, അകത്തെ ഭിത്തികൾ, തൂണുകൾ, മേൽക്കൂര എന്നിവ ദൈവശാസ്ത്രപരമായ പ്രതിരൂപങ്ങൾ കൊണ്ട് സങ്കീർണമായി കൊത്തിയെടുത്തിട്ടുണ്ട്. കൂടാതെ തെക്കുഭാഗത്ത് രാമായണത്തിലെ രംഗങ്ങൾ, വടക്കുഭാഗത്ത് മഹാഭാരതത്തിലെ രംഗങ്ങൾ, പ്രധാന ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭാഗവത പുരാണത്തിലെ രംഗങ്ങൾ തുടങ്ങിയ ഹിന്ദു ഗ്രന്ഥങ്ങളുടെ വിപുലമായ ഫ്രൈസുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഹൊയ്സാല ക്ഷേത്രശൈലിയിലെ വികസനത്തിൻ്റെ പാരമ്യത്തെയാണ് ചെന്ന കേശവ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നതെന്ന് എഴുത്തുകാരനായ ജോർജ് മിഷേൽ അഭിപ്രായപ്പെടുന്നു. എന്നാൽ പലതരത്തിൽ അതുല്യമായ ഈ ശൈലി 2023 ഹലേബീഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം, ബേലൂരിലെ ചെന്ന കേശവ ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം സോമനാഥപുര ക്ഷേത്രത്തെയും ഹൊയ്സാലരുടെ പുണ്യസമുച്ചയങ്ങളുടെ ഭാഗമായി യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു. 13-ാം നൂറ്റാണ്ടിൽ സോമനാഥൻ എന്ന ജനറലാണ് സോമനാഥപുര പട്ടണം സ്ഥാപിച്ചത്. അദ്ദേഹം ഹൊയ്സാല രാജാവായ നരസിംഹ മൂന്നാമനു വേണ്ടി പ്രവർത്തിക്കുകയും ഒരു അഗ്രഹാരവും ക്ഷേത്ര സമുച്ചയവും സൃഷ്ടിക്കുകയും ചെയ്തു. ഡൽഹി സുൽത്താനേറ്റിൻ്റെ നിരന്തരമായ അക്രമങ്ങളുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്തിനും ശില്പങ്ങൾക്കുമൊക്കെ നിരന്തരം കേടുപാടുകൾ സംഭവിച്ചതായി ചരിത്രം. 15-ാം നൂറ്റാണ്ടിലെ ലിഖിതങ്ങൾ പ്രകാരം കേശവക്ഷേത്രത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് ഇത് നവീകരിക്കുകയുണ്ടായി. പ്രധാന ക്ഷേത്രത്തിൻ്റെ വരാന്തയിലും വടക്കൻ ഗോപുരത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെയും ഭാഗത്തിലുമുള്ള കല്ലുകളുടെ വ്യത്യസ്ത നിറവും ജോലിയുടെ ഗുണനിലവാരവും അറ്റകുറ്റപ്പണികൾക്ക് തെളിവാണ്. 19-ാം നൂറ്റാണ്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിലെ മൈസൂർ സർക്കാർ വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കേശവക്ഷേത്ര പ്രവേശന കവാടത്തിലെ കന്നഡ ലിഖിത ശിലയുടെ ഒരു ഭാഗം അങ്ങനെയുള്ളതാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അവരുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച ഏകദേശം 1500ഓളം ഹിന്ദു ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേശവ ക്ഷേത്രം. ഓരോ യാത്രകളും കലയുടെയും സംസ്കാരത്തിൻ്റെയും ഉള്ളറകളിലേക്കുള്ള ആഴ്ന്നിറങ്ങലാണ്. അത് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കും അടുത്ത യാത്രയ്ക്കായി. നന്ദി.